അല്ല, അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക്, കന്റോൺമെന്റ് ഹൗസിലേക്ക്, ഔദ്യോഗിക വസതിയിലേക്ക് ഡിവൈഎഫ്ഐക്കാരെ ഇരച്ചു കയറി വീട്ടിലെ ചെടിച്ചട്ടികളും മറ്റതെല്ലാം തകർത്തു. അത് ഈ മന്ത്രിമാരുടെ പിന്തുണയോടുകൂടിയാണ് അവരയച്ചത് ആണോ? എൻ്റെ പറവൂരിലുള്ള എൻ്റെ സ്വകാര്യ വസതിയിലേക്ക് 30 പേര് വന്നു, ഡിവൈഎഫ്ഐക്കാർ വന്നു, ബഹളം ഉണ്ടാക്കി. വീട് അവിടെ നിന്നിരുന്നവരെ അടിച്ചു. എന്നിട്ട് അവിടെ എൻ്റെ വീടിൻ്റെ അകത്ത്, ഗേറ്റിൻ്റെ അകത്ത് നിന്നിരുന്നവർക്കെതിരായിട്ട് നോൺ ബെയിലബിൾ ഒഫൻസ് എടുത്തു. ആക്രമിച്ചവർക്കെതിരായിട്ട് കേസില്ല. ഞങ്ങളുടെ പരിപാടിയൊന്നുമല്ല സാധാരണ റീത്ത് വയ്ക്കല്. റീത്ത് പയ്യന്നൂരിൽ റീത്ത് വെച്ചത് ആരാ? ആ റീത്ത് വെച്ചതിന്റെ അർത്ഥം എന്താ? കൊല്ലുമെന്നാണ്. നിന്നെ ഞങ്ങൾ കൊല്ലും. ML വിജയമാഷിന്റെ മോന്റെ മുമ്പിൽ റീത്ത് വെച്ചത്. ഞങ്ങളുടെ രീതിയല്ല, ദാസമര രീതിയല്ല. പിന്നെ എനിക്കിതല്ലല്ലോ ജോലി, മന്ത്രിമാരുടെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കാൻ പറയലല്ലോ ജോലി. അപ്പൊ ഈ ചോദ്യത്തിനുകൂടി എൻ്റെ വീട്ടിലേക്ക് ആളുകളെ പറഞ്ഞു വിട്ട് തല്ലി തകർത്തത് മന്ത്രിമാരാണെന്ന് കൂടി മറുപടി പറഞ്ഞാണ്. അല്ല, അങ്ങനെയൊന്നും ഞാൻ മന്ത്രിമാരുടെ വസതിക്ക് അകത്തേക്ക് കയറുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പുള്ള ആളാണ്. ആ മന്ത്രിമാരുടെ വീടിനകത്ത് കയറുന്നതിനോട് യോജിപ്പുള്ള ആളാണ്. പക്ഷേ എൻ്റെ വീടിലേക്ക് അതിക്രമിച്ച് കയറിയവർക്കെതിരായിട്ട് കേസില്ല, കേസ് പോലും എടുത്തില്ല. എന്ത് നീതിയാണ്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക, ഇതെടുക്കുമല്ലോ, കേസെടുക്കുമല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി ഗവൺമെന്റ് തന്നല്ലേ, ഔദ്യോഗിക വസതിയിൽ കയറി തല്ലി തകർത്ത് അക്രമം ഉണ്ടാക്കിയവർക്കെതിരെ കേസെടുത്തില്ല. മനസ്സിലായോ? ഇത് ഞാൻ പറയില്ല, പറവൂരിൽ എൻ്റെ സ്വകാര്യ വസതി, എൻ്റെ പ്രൈവസി അല്ലേ, അവിടെ കയറി അവിടെ എന്നെ കാണാമെന്നവരെ അടിച്ചു. എന്നെ കാണാൻ വേണ്ടി നിവേദനം കൊടുക്കാൻ വേണ്ടി വന്നവരെ. എന്നിട്ട് അവിടെ നിന്നവർക്കെതിരായിട്ട് കേസ്, വീടിനകത്ത് നിന്നവർക്കെതിരായിട്ട് കേസ്, ജാമ്യമില്ലാത്ത കേസ്. കഴിഞ്ഞ ദിവസമാണ് വന്നത്. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വരുവാണ് ഇവര്. അതൊക്കെ അറിയും ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇതൊക്കെ ലിസ്റ്റ് ഉണ്ടല്ലോ, ലിസ്റ്റ് എല്ലാം എപ്പോ ആണെങ്കിലും പുറത്തു. എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാ? എന്തിനാ? അതൊന്നൊന്നുമില്ല. അതിന്റെ എല്ലാ കണക്കുകളും വിജിലൻസിനും ഗവൺമെന്റിലും കൊടുത്തിട്ടുണ്ട്, എല്ലാ കണക്കുകളും. എന്തായാലും ഒരു ദുരൂഹതയും ഒരു ഗൂഢാലോചനയും തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഞാൻ ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള സംശയമാണ് ഞാനെന്ന് പറഞ്ഞത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ റിമാൻഡ് റിപ്പോർട്ട് വളരെ അവ്യക്തമായ. എന്നിട്ട് അദ്ദേഹം 40 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടന്നോട്ടെ, നമുക്കൊരു പരാതിയില്ല. പക്ഷെ എന്ത് തെറ്റാണ് ചെയ്തത്, എന്ത് കുറ്റകൃത്യമാണ് ചെയ്തത്, ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള വീഴ്ച വരുത്തിയ കുറ്റകൃത്യമാണ്, എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. പറയണ്ടേ? കോടതിയുടെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഞെട്ടിക്കുന്ന കോടതി വിധിയാണ്. ഒരാൾ 40 ദിവസം അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിലിൽ കിടക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കേരളം അറിയട്ടെ. അപ്പൊ ശരി, കോൺഗ്രസിന്റെ 26-ാം തീയതി കല്ലിടും. ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചല്ലോ. അത് നിങ്ങളോട് അവിടെ നിങ്ങളെ വിളിച്ച് അന്വേഷിച്ചു നോക്കുക. അവിടെ ഞാൻ മാധ്യമങ്ങളെല്ലാം വന്നിരുന്നല്ലോ, ഞാൻ അവിടെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നല്ലോ. നിങ്ങൾ അറിഞ്ഞില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ചടങ്ങിലേക്ക് സ്വാഗതം, നിങ്ങൾക്ക് അവിടെ വരാം. അവിടുത്തെ വയനാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും കൊണ്ടുപോയി ഞാൻ അവിടെ വെച്ചിട്ടാണ് ബൈറ്റ് കൊടുത്തത്, സ്ഥലത്ത് വെച്ചിട്ട്. ഇല്ല, അവരാ പൈസ KPCCക്ക് കൈമാറിയെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. വെറുതെ നിങ്ങൾ ഈ നുണപ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ ഒറ്റ കാര്യം. 1 വർഷം എടുത്തു സർക്കാർ സ്ഥലം എടുക്കാൻ പറ്റും, 1 വർഷം. എന്നിട്ട് പ്ലാന്റേഷൻ ഭൂമിക്ക് എക്സംഷൻ കൊടുത്തു. ഞങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നു. അവസാനം അത് നിഷേധിച്ചു. ഞങ്ങൾ അപ്പോഴാണ് സ്ഥലം അന്വേഷിച്ചു പോയത്. സർക്കാർ 1 വർഷം സ്ഥലം എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം എടുത്തു, 4 മാസം കൊണ്ട്. എന്നിട്ട് CPM സൈബറിൽ പ്രചരിപ്പിച്ച ആന കയറുന്ന സ്ഥലമാണ്. ഞാൻ ആ സ്ഥലത്ത് പോയി. ഇതിന്റെ തൊട്ടപ്പുറത്ത് ആശ്രമം, തൊട്ടിപ്പുറത്ത് വീടുകൾ, അതിന്റെ പുറകിൽ ഒരു റിസോർട്ട്. എന്നിട്ട് ഇവര് ആന കയറുന്ന വീടുകളാണെന്ന് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാധ്യമങ്ങളും നിങ്ങളുടെ സൈബർ രംഗങ്ങളിൽ. കള്ളപ്രചരണം. ഞാൻ ആ സ്ഥലത്ത് പോയി
മാധ്യമങ്ങളെ മുഴുവൻ കാണിച്ചു, ആശ്രമം കാണിച്ചു, വീടുകൾ കാണിച്ചു. റോഡിൽ നിന്ന്, അതായത് മെയിൻ റോഡിൽ നിന്ന് 250 മീറ്റർ ദൂരം, അതായത് ഈ സ്ഥലത്ത് നോക്കിയാൽ ആ റോഡ് കാണാം, സ്ഥലത്ത് നോക്കിയാൽ കാണാം. റോഡ് ആക്സസ് ഉള്ള, കൃത്യമായി റോഡ് ആക്സസ് ഉള്ള, വാഹനങ്ങൾക്ക് വരാൻ പറ്റുന്ന, ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്ക്, ലോറിക്ക് വരെ വരാൻ പറ്റുന്ന സ്ഥലം എടുത്തിട്ട് ആ സ്ഥലത്ത് പോയി പത്രസമ്മേളനം നടത്തിയിട്ട് എറണാകുളത്തിരിക്കുന്ന നിങ്ങളുടെ പത്രപ്രവർത്തകർ അത് എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾ അവിടുത്തെ നിങ്ങളുടെ ആളെ വിളിച്ച് ചോദിക്കും.